മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. എല്ലാവരെയും സ്നേഹത്തോടെ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യം, ഈശോ തൻ്റെ കുരിശിൻ്റെ കീഴെ താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും തൻ്റെ അമ്മയും നിൽക്കുന്നത് കണ്ട് 26 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. തൻ്റെ ശിഷ്യനോട്, തൻ്റെ അമ്മയോട് ആദ്യം പറയുന്നു, ശിഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് തൻ്റെ ശിഷ്യനെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിനായി ഭരമേൽപ്പിക്കുന്ന ഒരു വചനഭാഗം. അതിനുശേഷം തൻ്റെ ശിഷ്യനോട് പരിശുദ്ധ അമ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 19:27 ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പരിശുദ്ധ അമ്മയെ മകന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. വലിയ ഒരു സുപ്രധാനമായ ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തെ ഈശോ താൻ സ്നേഹിക്കുന്ന ശിഷ്യനെ തൻ്റെ അമ്മയുടെ മാതൃസംരക്ഷണത്തിനായിട്ട് ഭരമേൽപ്പിക്കുന്ന സംഭവം. ഈശോ താൻ സ്നേഹിക്കുന്നവരെ മുഴുവൻ ഈശോയുടെ അമ്മയുടെ സംരക്ഷണത്തിനായിട്ട് ഭരമേൽപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കറിയാം, വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ 1981 താൻ ഇറക്കിയ ചാക്രിയ ലേഖനം, പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള, മേരിയെക്കുറിച്ചുള്ള ചാക്രിയ ലേഖനത്തിൽ പരിശുദ്ധ അമ്മയുടെ മാതൃപരമായ മാധ്യസ്ഥത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാതൃപരമായ മധ്യസ്ഥം, ഈശോയുടെ അടുക്കലുള്ള പരിശുദ്ധ അമ്മയുടെ മാതൃപരമായ മധ്യസ്ഥത്തെക്കുറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൻ്റെ കീഴിൽ നാം ഭരമേൽപ്പിക്കണം. ഏറ്റവും ഉറപ്പുള്ളതും സുരക്ഷിതവുമായ ഒരു മാർഗമായി വിശുദ്ധർ സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ പ്രതിഷ്ഠയാണ് പരിശുദ്ധ അമ്മയുടെ മാതൃസംരക്ഷണത്തിനായി നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഭരമേൽപ്പിക്കുക എന്നത്. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ അദ്ദേഹം പരിശുദ്ധ ജപമാലയെക്കുറിച്ച് എഴുതിയ ലെറ്ററിൽ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്, തൻ്റെ ജീവിതത്തെ മുഴുവൻ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൻ്റെ കീഴിൽ ഭരമേൽപ്പിച്ചതിൻ്റെ അനുഭവം വിവരിക്കുന്നുണ്ട്. നമുക്കറിയാം, വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയുടെ ജീവിതം തന്നെ വലിയൊരു എക്സാമ്പിളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹം പറയാണ്, യൗവനകാലം മുതൽ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ എല്ലാ സുപ്രധാന ഘട്ടങ്ങളിലും, സന്തോഷത്തിൻ്റെ അവസരത്തിൽ, ദുഃഖത്തിൻ്റെ അവസരത്തിൽ, ഏകാന്തതയുടെ അവസ്ഥയിലൊക്കെ പരിശുദ്ധ ജപമാല എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എത്രയോ ഉത്കണ്ഠകളാണ് ഞാൻ പരിശുദ്ധ ജപമാലയിലൂടെ, പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് സമർപ്പിച്ചത്. വളരെ മനോഹരമായ വാക്കുകളാണ് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയുടെ. നമ്മുടെയൊക്കെ ജീവിതത്തെ പരിശുദ്ധ അമ്മയുടെ മാതൃസംരക്ഷണത്തിനായിട്ട് ഭരമേൽപ്പിക്കാനുള്ള നല്ല തീരുമാനം നമുക്കെടുക്കാം. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറയുന്ന 4 കാര്യങ്ങളുണ്ട് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിക്കുന്ന വലിയ 4 അനുഗ്രഹങ്ങൾ. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ, അങ്ങനെ പരിശുദ്ധ അമ്മയിലേക്ക് നമ്മെ കുടുംബത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈശോയ്ക്ക് ഇഷ്ടമുള്ള മകനും മകളുമായി മാറാനുള്ള വലിയൊരു ആഗ്രഹത്തോടെ നമുക്ക് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ മുഴുവൻ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെയൊക്കെ കാരണവന്മാർ, നമ്മുടെ അപ്പനും അമ്മയൊക്കെ, ഞാൻ ഓർക്കുകയാണ്, എൻ്റെ അമ്മച്ചി എപ്പോഴും പറയുന്ന ഒരു സുഹൃത്ത് ജപമുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ വരും. അതായത് ഈ ഒരു വാക്കാണ് പറയാം, എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെറിയ സുഹൃത്ത് ജപം, എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ. നമ്മുടെ അപ്പാപ്പന്മാർ, അമ്മാമ്മമാർ, അപ്പൻ, അമ്മയൊക്കെ കുറേ ഏറെ തവണ അവരുടെ നാവുകളിൽ വന്ന ഒരു ചെറിയ സുഹൃത്ത് ജപ, എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ. ഞാൻ എൻ്റെ അമ്മയുടെ ജീവിതത്തിലൂടെ പോകുമ്പോൾ അമ്മച്ചി ചെല്ലാറുള്ള ഒരു സിമ്പിളായിട്ടുള്ള പ്രാർത്ഥനയാണ്. വലിയ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനയിലൂടെ നടന്നു പോകുമ്പോൾ, ദാരിദ്ര്യത്തിലൂടെ, കഷ്ടപ്പാടിലൂടെ ഒക്കെ പോകുന്ന അവസരങ്ങളിൽ അമ്മ പറയാറുള്ള ശ്വാസം പോലെ പറയാറുള്ള ഒരു വാക്കാണ് എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ. ഇന്നും അമ്മ ഈ സുഹൃതജപം ചെല്ലുമ്പോൾ
എൻ്റെ മനസ്സിൽ തോന്നുന്ന വലിയൊരു ശക്തിയുണ്ട്. അത് ഇതാണ്: പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിലൂടെ ഒരു കുടുംബത്തെ മുഴുവൻ ഈശോയിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്ന വലിയ സത്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യമുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാതൃസഹായം, മാതൃസംരക്ഷണം നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ് എന്നൊരു കാര്യം. ഈശോ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് യോഹന്നാനോട് പറയുമ്പോൾ ആത്മീയമായി സ്പിരിച്വലി നമ്മുടെയൊക്കെ അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകുകയാണ്. ഈശോ നൽകുന്ന ഏറ്റവും നല്ല സമ്മാനങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയായിട്ട്, സ്വന്തം അമ്മയായിട്ട് നൽകുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്മീയമായി സ്പിരിച്വലി നമ്മുടെ അമ്മയായി സ്വഭാവനത്തിൽ, സ്വഹൃദയത്തിൽ പരിശുദ്ധ അമ്മയെ സ്വീകരിക്കാൻ പറ്റിയാൽ ഉറപ്പാണ് നമ്മൾ ഈശോയിലേക്ക് കൂടുതൽ അടുക്കും. ഈശോ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള ശക്തി നമുക്ക് ലഭിക്കും, ഉറപ്പാണ്. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ 4 കാര്യങ്ങൾ പറയുകയാണ്. ആദ്യത്തെ കാര്യം ഇതാണ്: പരിശുദ്ധ അമ്മയിൽ നിന്നും യേശുവിനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും. നമുക്കറിയാം, ഈശോയെക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ പഠിക്കാൻ, മനസ്സിലാക്കാൻ, ഈശോയുടെ കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ, അല്ല ആഴപ്പെടാൻ ഏറ്റവും കൂടുതൽ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ഈശോയിലേക്ക്, വചനത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. എന്നാൽ സൃഷ്ടികളിൽ ഈശോയെ ഏറ്റവും കൂടുതൽ അറിയാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് സൃഷ്ടികളിൽ. കാരണം സൃഷ്ടികളിൽ പരിശുദ്ധ അമ്മയെപ്പോലെ ഈശോയെ അറിഞ്ഞ വേറൊരു സൃഷ്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈശോയെ ദ ബെസ്റ്റ് ടീച്ചർ, ഏറ്റവും നല്ല ടീച്ചർ പരിശുദ്ധാത്മാവ് നമ്മെ വചനത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ സൃഷ്ടികളിൽ ഒരു മെറ്റേണലായിട്ട്, മാതൃപരമായിട്ട് ഈശോയെ അറിയാൻ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആരാന്ന് ചോദിച്ചാൽ പരിശുദ്ധ അമ്മയാണ് ഈശോയെ അറിയാനായിട്ട്. അപ്പം വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ നമ്മളോട് പറയാണ് പരിശുദ്ധ അമ്മയിൽ നിന്നും ഈശോയെ മനസ്സിലാക്കാൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 5-ാം വാക്യം പറയുന്നുണ്ട്: അവൻ പറയുന്നത് പോലെ ചെയ്യാൻ പരിശുദ്ധ അമ്മ പറയുന്നു. അപ്പം ഈശോ പറയുന്നത് പോലെ ചെയ്യാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമ്മെ സഹായിക്കുന്നു. ഈശോയെ ആഴത്തിൽ മനസ്സിലാക്കാൻ, ഈശോയെ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ ഈശോയുമായി ഏറ്റവും അറിഞ്ഞ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്നു. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറയാണ് പരിശുദ്ധ അമ്മയിൽ നിന്നും ഈശോയെ കൂടുതൽ മനസ്സിലാക്കാൻ. സഭയിൽ അനേകം ചാക്രിക ലേഖനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇന്നേ വരെ ഒരുപാട് ചാക്രിക ലേഖനങ്ങൾ വിശ്വാസത്തിൽ, വചനത്തിൽ നമ്മെ പഠിപ്പിക്കാൻ പരിശുദ്ധാത്മാവിലൂടെ അനേകം പിതാക്കന്മാർ ഇറക്കിയിട്ടുണ്ട്. ഓരോ ചാക്രിക ലേഖനത്തിൻ്റെയും അവസാനം നിങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാ ചാക്രിക ലേഖനത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും. അത് ഏറ്റവും ഒരു എളുപ്പ വഴി എന്ന പോലെ പരിശുദ്ധ അമ്മയെക്കുറിച്ചൊരു ഭാഗം ഉണ്ടാവും. ഉദാഹരണത്തിന് കരുണയെക്കുറിച്ച് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് കരുണയെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചപ്പോൾ അവസാന കൺക്ലൂഷന് മുമ്പുള്ള പാരഗ്രാഫ് കരുണയുടെ അമ്മയെക്കുറിച്ച്, കരുണയുടെ മാതാവിനെക്കുറിച്ച് പഠിപ്പിച്ചു. സുവിശേഷത്തിൽ ആനന്ദത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആനന്ദത്തിൻ്റെ അമ്മയെക്കുറിച്ച് അവിടെ പറയുന്നു. വചനത്തെക്കുറിച്ച് ബെനഡിക്ട് പിതാവ് നമ്മെ പഠിപ്പിക്കുമ്പോൾ വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൺക്ലൂഷന് തൊട്ടു മുമ്പായിട്ട് പറയുന്നു. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ ഇറക്കിയ എല്ലാ ചാക്രിക ലേഖനങ്ങളിലും അവസാനം നമ്മൾ 2003 വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞ ചാക്രിക ലേഖനങ്ങളിൽ അവിടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. അവസാനം പരിശുദ്ധ അമ്മയിൽ നോക്കിക്കൊണ്ട് വിശുദ്ധ കുർബാനയിലെ ട്രാൻസ്ഫോമിങ് പവർ, രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയിൽ പരിശുദ്ധ അമ്മയെ നോക്കിക്കൊണ്ട് ആഴപ്പെടാനായിട്ട് ആ മാധ്യസ്ഥ നമ്മെ സഹായിക്കുമെന്ന് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പം എല്ലാ ചാക്രിക ലേഖനങ്ങളുടെയും അവസാന ഭാഗത്ത്, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ, എല്ലാത്തിനും ഒരു എളുപ്പ വഴി എന്ന പോലെ, സുരക്ഷിതമായ മാർഗം എന്ന പോലെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നു. പ്രത്യാശയിൽ രക്ഷ വിശുദ്ധ ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുമ്പോൾ അവസാനം പ്രത്യാശയുടെ താരകമായ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നു. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ വിശ്വാസത്തെയും യുക്തിയെയും കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമായ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമുക്കറിയാം ഈശോയെക്കുറിച്ച് അറിയാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്നു. അതായത് പരിശുദ്ധ അമ്മയിൽ നിന്നും ഈശോയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നു. ഈശോയെ കൂടുതൽ അറിയാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്നു. പരിശുദ്ധ അമ്മയെ എല്ലാ ചാക്രിയിലും നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു എളുപ്പ വഴി. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഈശോയുമായി കൂടുതൽ ബന്ധം ആഴപ്പെടാൻ, ഈശോയെ കൂടുതൽ മനസ്സിലാക്കാൻ
പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് അനിവാര്യമാണ്, അല്ലെങ്കിൽ അത് നല്ലതാണ് എന്ന വലിയ സത്യം, അത് എളുപ്പമുള്ള സുരക്ഷിതമായ ഒരു മാർഗമാണെന്ന സത്യം നമ്മൾ മനസ്സിലാക്കാം. രണ്ടാമത് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നത് പരിശുദ്ധ അമ്മയോടൊപ്പം ക്രിസ്തുവിന് അനുരൂപരാവാൻ, പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയ്ക്ക് അനുരൂപരായിത്തീരാൻ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ നമ്മളോട് പറയുന്നു. അപ്പം പരിശുദ്ധ അമ്മ, പരിശുദ്ധ മേരി നമ്മെ സഹായിക്കുന്ന രണ്ടാമത്തെ വലിയ കാര്യമാണ് ഈശോയിലേക്ക് നമ്മെ അനുരൂപപ്പെടുത്തുന്നു. ഞാനൊരു നല്ലൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ നാട്ടിൽ സ്കൂള് LP സ്കൂൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിന് കുറച്ച് അകലെയാണ്. അപ്പം ഞങ്ങൾ പോകുമ്പോൾ ഒരു പാടം കടന്ന് വേണം പോകാൻ. LP സ്കൂളിൽ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നല്ല യൂണിഫോമൊക്കെ ഇട്ട് നല്ല ക്ലീൻ വെള്ള ഷർട്ടൊക്കെ ഇട്ട് ആണ് നമ്മൾ പോവുക. അപ്പോൾ നല്ല ഡ്രസ്സോടെ പോവും. ഞങ്ങൾ കുട്ടികളൊക്കെ കൂടി പാടത്തേക്കൂടെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നല്ല മഴയുള്ള സമയമൊക്കെ ആണെങ്കിൽ പാടത്ത് ചെളിയുണ്ട്. ഓരോ ചെളിയിൽ ചവിട്ടി ഇഷ്ടംപോലെ കുസൃതികൾ കാണിച്ച്, കുറേ പണ്ട് പിള്ളേരൊക്കെ കളിക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ പടക്കം പൊട്ടിക്കുന്ന ഒരു കുസൃതിയുണ്ട്. അപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് ചെളിയിൽ പടക്കം പൊട്ടിക്കുന്നവരാണ് ഏറ്റവും സമർത്ഥർ. അപ്പം അങ്ങനെയുള്ള കുസൃതി തരങ്ങളൊക്കെ കാണിച്ച് നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ വീട്ടിലെ അമ്മ തേച്ച് മിനുക്കി നല്ല വെള്ള വസ്ത്രം നൽകിയ വസ്ത്രം മുഴുവൻ സ്കൂളിൽ ചെല്ലുമ്പോഴേക്കും ചെളിയായിട്ട് മാറും. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം ഇതാണ്. ചിലപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടെ വരാമെന്ന് വിചാരിക്കും, അമ്മച്ചി സ്കൂളിലേക്ക് വരാമെന്ന് വിചാരിക്കും. അമ്മ സ്കൂളിലേക്ക് വരുമ്പോൾ ഞാൻ തലേ ദിവസങ്ങളിൽ അതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ പാടത്ത് കൂടെ ചെളിയിലൂടെ ഞങ്ങൾ പിള്ളേർ കളിച്ച് പോകുന്ന പോലെയല്ല അമ്മ എൻ്റെ കൂടെ വരുമ്പോൾ. അമ്മ എൻ്റെ കൈ പിടിച്ചിട്ടുണ്ടാവും. ചെളി കാണുമ്പോൾ ഈ ചെളിയിലേക്ക് പോകാനായിട്ട് എൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളും. പക്ഷേ അമ്മ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എത്രത്തോളം ശ്രമിച്ചാലും എനിക്ക് ചെളിയിലേക്ക് പോകാൻ പറ്റില്ല. ഞാൻ അമ്മയുടെ കൂടെ നടക്കും. ഇനി ഞാൻ എൻ്റെ ശ്രമം കുറച്ച് കൂട്ടാണെങ്കിൽ അമ്മ എന്നെ ഒന്ന് നുള്ളി ഒരു ചെറിയ പിച്ച് തരും. അപ്പം എന്തൊക്കെ ആയാലും അന്നത്തെ അമ്മയോടൊപ്പമുള്ള സ്കൂൾ യാത്രയിൽ ഞാൻ ഒരു ചെളിയും പറ്റാതെ വീട്ടിൽ നിന്ന് എന്ത് നല്ല വസ്ത്രമാണ് ഇട്ടെ ആ വസ്ത്രം ക്ലീനായിട്ട് സ്കൂളിലേക്ക് ചെല്ലുന്നു. അമ്മയുടെ കൈ പിടിച്ച്, അല്ലെങ്കിൽ അമ്മ എൻ്റെ കൈ പിടിച്ച് സ്കൂളിലേക്ക് ചെല്ലുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ജീവിതയാത്രയിൽ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് പകർന്നു കിട്ടിയ വെള്ള വസ്ത്രം, ഇത് ഒരു ചെളിയും പറ്റാതെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള പോലെ ക്ലീനായിട്ട് എന്താണോ ഡെസ്റ്റിനേഷൻ ഈശോയുടെ അടുക്കലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് അമ്മയുടെ കൈപ്പിടിക്കൽ, അല്ലെങ്കിൽ അമ്മ എൻ്റെ കൈപ്പിടിക്കൽ. അമ്മ കൈപ്പിടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തെറ്റിലേക്ക് പോകാനുള്ള തോന്നലുകളും ഇതൊക്കെ വരുമ്പോൾ അമ്മയുടെ മധ്യസ്ഥം നമ്മെ വീണ്ടും അമ്മയോടും അമ്മയുടെ പ്രിയ സുതനോടും നമ്മെ ചേർത്ത് നിർത്തും. അങ്ങനെ വരുമ്പോൾ എന്താണോ നമുക്ക് ലഭിച്ച വെള്ള വസ്ത്രം, ആ വെള്ള വസ്ത്രത്തിൽ ചെളി പുരളാതെ നല്ല ക്ലീനായിട്ട് ഏത് ലക്ഷ്യത്തിലേക്കാണോ നമ്മൾ പോകുന്നത് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് പരിശുദ്ധ അമ്മ സഹായിക്കുന്നു. വളരെ വലിയ ഒരു സത്യമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ലഭിച്ച ജ്ഞാനസ്നാനത്തിൽ ലഭിച്ച വെള്ള വസ്ത്രം പുരളാതെ പോകുന്നതിന് പരിശുദ്ധ അമ്മയുടെ കൈ നമ്മൾ പിടിക്കണം, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ കൊണ്ട് നമ്മുടെ കൈ പിടിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ എല്ലാ ഘട്ടങ്ങളിലും നമുക്കൊരു വലിയ മാതൃ സംരക്ഷണം. അപ്പോൾ ഈശോയിലേക്ക് അനുരൂപരാകാൻ പരിശുദ്ധ അമ്മയോടൊപ്പം ക്രിസ്തുവിന് അനുരൂപരാകാൻ സഹായിക്കുന്നു. പരിശുദ്ധ അമ്മയെ നമ്മൾ വിളിക്കുന്നുണ്ട്. ഗബ്രിയേൽ മാലാഖ അഭിസംബോധന ചെയ്യുമ്പോൾ ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ് വിളിക്കുന്നത്. അപ്പം എവിടെയൊക്കെയാണോ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് പരിശുദ്ധ അമ്മയെ വിളിക്കുമ്പോൾ എവിടെയൊക്കെയാണോ എൻ്റെ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെട്ടു പോയത്, കൃപയ്ക്ക് കുറവ് വന്നു പോയത്, എവിടെയൊക്കെയാണോ അതിനൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചത്, അവിടെയൊക്കെ അത് നിറവാക്കി മാറ്റാൻ സഹായിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമുണ്ട്. കൃപയുടെ അമ്മ എന്ന് വിളിക്കുമ്പോൾ ആ അമ്മയുടെ നിറവ്, കൃപയുടെ നിറവ് നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ടുള്ളത് കൂടിയാണ്. മക്കളായ എനിക്കും നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നഷ്ടപ്പെട്ടു പോയ കൃപ വീണ്ടെടുക്കാനുള്ള ശക്തിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായം നഷ്ടപ്പെട്ട കൃപ വീണ്ടെടുക്കാനായിട്ട് ഈശോയിലേക്ക് വീണ്ടും അടുക്കാൻ നമ്മെ സഹായിക്കുന്നു. നമ്മൾ നല്ലൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെളിയിലൊക്കെ പോയി വരാമെന്ന് വിചാരിക്കും. ചെളിയിലൊക്കെ പോയി വരുമ്പോൾ നമ്മുടെ അമ്മ പറയുകയാണ്, നമ്മുടെ അമ്മ നമ്മളോട് പറയുമോ, അതായത് നീ ചെളിയിലൊക്കെ പോയി വന്നു, നിൻ്റെ മേത്ത് ചെളിയാണ്, എല്ലാം ക്ലീനായിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി എന്ന് സാധാരണ അമ്മമാർ പറയില്ല. ശരിക്കും എന്താ സംഭവിക്കുന്നത്? നമ്മുടെ അമ്മ സ്നേഹത്തോടെ നമ്മൾ എടുക്കും. ചെളിയുണ്ടെങ്കിൽ ആ വസ്ത്രം മാറ്റി ചെളിയില്ലാത്ത നല്ല വസ്ത്രം തരും. എവിടെയെങ്കിലും മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, കാലോ കയ്യോ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലീനാക്കി നമുക്ക് മരുന്ന് പറ്റി തന്ന്
നമ്മെ ആ ചെളിയോടൊപ്പം എടുത്ത് നമ്മെ ശുദ്ധീകരിക്കുന്ന നമ്മുടെ ഭൂമിയിലെ അമ്മയുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ എവിടെ വീണു പോയോ, ഒരുപാട് വിശുദ്ധയുടെ എക്സാമ്പിൾസ് നമുക്കറിയാം, ജീവിത അനുഭവങ്ങൾ അല്ലെങ്കിൽ ജീവിത കഥകൾ നമുക്കറിയാം. എവിടെ വീണു പോയോ അവിടെ നിന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തോടെ തിരിച്ചു വന്ന് ഈശോയിലേക്ക് ആഴപ്പെട്ട് ഈശോയുടെ നല്ല മക്കളായി തീർന്ന ഒരുപാട് വിശുദ്ധർ. അപ്പം കൃപ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കൃപയുടെ അമ്മയായ പരിശുദ്ധ അമ്മ കൃപയുടെ നിറവാണ്. അപ്പം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വീണ്ടും കൃപയുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട്, ഈശോയിലേക്ക് അടുക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നു. മൂന്നാമത്, പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാൻ, ഒന്ന്, പരിശുദ്ധ അമ്മയിൽ നിന്ന് ഈശോയെ ആഴത്തിൽ മനസ്സിലാക്കാൻ, പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയിലേക്ക് രൂപാന്തരപ്പെടാൻ, വിശുദ്ധിയുടെ കൃപയുടെ ഒരു ജീവിതത്തിലേക്ക് വരാൻ. മൂന്നാമത്, പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാൻ. പണ്ട് മുതൽ നമ്മുടെ കാർന്നവന്മാർ, നമ്മുടെ അപ്പച്ചനും അമ്മയൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അവരെ സംബന്ധിച്ച് അവരുടെ വിശ്വാസ ജീവിതത്തിൽ രണ്ട് വലിയ കാര്യങ്ങളാണ്. ഒന്ന് വിശുദ്ധ കുർബാന, രണ്ട് പരിശുദ്ധ ജപമാല. ഒന്ന് കൗദാശിക ജീവിതം, രണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി. അപ്പം ജപമാല ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം നല്ലൊരു പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്നു. ഏറ്റവും മനോഹരമായ ഒരു സമ്മാനമാണ് ജപമാലയിലൂടെ പരിശുദ്ധ അമ്മയോടൊപ്പം ഉള്ള ഈശോയോടുള്ള പ്രാർത്ഥന. അപ്പം പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പറ്റുന്നു. പരിശുദ്ധ അമ്മയുടെ മാതൃ സംരക്ഷണത്തിന് നമ്മെ തന്നെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ രാഷ്ട്രത്തെയൊക്കെ, നമ്മുടെ സഭയെ ഒക്കെ പരമേൽപ്പിച്ചു കൊണ്ടുള്ള ആഴത്തിലുള്ള വിശ്വാസത്തിലുള്ള പരിശുദ്ധ ജപമാല പ്രാർത്ഥനകൾ നമ്മുടെ വീടുകളിൽ വീണ്ടും ആഴത്തോടെ അത് ഉയരണം. എവിടെയൊക്കെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി കുറഞ്ഞു പോയോ അവിടെയൊക്കെ ഈശോയോടുള്ള തീഷ്ണതയ്ക്ക് കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ തീഷ്ണത കുറയുന്നു, മറ്റ് പ്രലോഭനങ്ങളിൽ വീണു പോകുന്നു. നമ്മൾ വീണ്ടും ജപമാല ഭക്തിയിൽ നമ്മൾ വീണ്ടും ആഴപ്പെടണം, വീണ്ടും ഒരു തുടക്കം തുടങ്ങണം. നമ്മുടെ കുടുംബങ്ങളിൽ ജപമാല മണികൾ, അതിൻ്റെ ശബ്ദങ്ങൾ ഉയരട്ടെ. പണ്ട് നമ്മുടെ കാർന്നവന്മാർ മുട്ടുകുത്തി അവരുടെ വേദനകളിൽ, അവരുടെ സന്തോഷങ്ങളിൽ നനഞ്ഞ ജപമാല പോലെ ഒരുപാട് കുതിർന്ന്, അവരുടെ കണ്ണുനീര് വീണ കുതിർന്ന ജപമാലകളുണ്ട്. അവർ ചൊല്ലിത്തീർത്ത എണ്ണമറ്റ കൊന്ത ജപമാലകളുണ്ട്. അപ്പോൾ അത്രത്തോളം പ്രാർത്ഥന അന്ന് ജപമാല പ്രാർത്ഥനയിലൂടെ ഈശോയോട് പരിശുദ്ധയോടൊപ്പം അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഭവിച്ചവരുമാണ് നമ്മൾ. അതിൻ്റെ ഒരുപാട് നന്മകൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മൾ ജപമാല എടുക്കണം. ലിയോ 13 മാർപ്പാപ്പ പറയുന്നുണ്ട്, സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ തിന്മകൾക്കും ഉള്ള ശക്തവും ഫലപ്രദവുമായ ഒരു ആയുധമാണ് പരിശുദ്ധ ജപമാല. ഇന്ന് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ നമ്മുടെ സഭാ സമൂഹത്തെയൊക്കെ ഏതെങ്കിലുമൊക്കെ തിന്മകൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എതിരെ ശക്തവും ഫലപ്രദവുമായ ഒരു ആയുധമായി പരിശുദ്ധ ജപമാലയെ കണ്ടുകൊണ്ട് വീണ്ടും ജപമാല ഭക്തിയിലേക്ക് വരാനായിട്ടുള്ള നല്ല തീരുമാനം എടുക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധ ജപമാലയുടെ സ്വരം വീണ്ടും വീണ്ടും ഉയർന്ന് കേൾക്കാൻ ഇടവരട്ടെ. നാലാമത്, പരിശുദ്ധ അമ്മയോടൊപ്പം ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് പരിശുദ്ധ ജപമാലയിലൂടെ നമുക്ക് സാധിക്കുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ഈശോ ആഗ്രഹിക്കുന്ന ഈശോയുടെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നടപ്പിലാകണം. അതിനു വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയെ പ്രഘോഷിക്കാനുള്ള ശക്തി പരിശുദ്ധ ജപമാലയിലൂടെ, പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. സുവിശേഷത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ അമ്മ എങ്കിൽ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ തീഷ്ണത നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ശിഷ്യന്മാരോടൊപ്പം പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധ ആത്മാ അഭിഷേകത്തിലേക്ക് ശിഷ്യന്മാരെ കൊണ്ടുപോകുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ട്, ശക്തിയിൽ നിറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നു. ഈശോ ആഗ്രഹിക്കുന്നു, ഇന്നത്തെ കാലത്തിൻ്റെ അത്യാവശ്യമാണ്. വിശുദ്ധിയിൽ നിന്ന്, പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിൽ കർത്താവിനെ പ്രഘോഷിക്കാൻ, ക്രിസ്തുവിൻ്റെ വേലയ്ക്കായിട്ട് കമ്മിറ്റ് യുവർ സെൽഫ് ടു ഹിസ് വർക്ക്, ഈശോയുടെ ജോലിക്കായിട്ട് ഇറങ്ങാൻ നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് യു ആർ ബോൺ ഫോർ ഗ്രേറ്റർ വർക്ക്സ്. ഈ ഗ്രേറ്റർ വർക്ക്സിന് പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നമ്മെ സഹായിക്കുന്നു. നമുക്ക് നല്ല തീരുമാനം എടുക്കാം. പരിശുദ്ധ അമ്മയ്ക്ക്
നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക, പ്രതിഷ്ഠിക്കുക. നമ്മുടെ കുടുംബങ്ങളെ പ്രതിഷ്ഠിക്കുക, നമ്മുടെ മാതാപിതാക്കളെ പ്രതിഷ്ഠിക്കുക, നമ്മുടെ മക്കളെ പ്രതിഷ്ഠിക്കുക, നമ്മുടെ സമൂഹത്തെ പ്രതിഷ്ഠിക്കുക, നമ്മുടെ ഇടവകയെ പ്രതിഷ്ഠിക്കുക, നമ്മുടെ സഭയെ പ്രതിഷ്ഠിക്കുക, വൈദികരെ, കന്യാസ്ത്രീകളെ, ആത്മായ പ്രേക്ഷിതരെ, വചനപ്രഘോഷകരെയൊക്കെ പരിശുദ്ധാമ്മയുടെ സംരക്ഷണത്തിന് കീഴിൽ ആക്കുക, ഭരമേൽപ്പിക്കുക. പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. പരിശുദ്ധാമ്മയിലൂടെ യേശുവിലേക്ക് സുരക്ഷിതമായ ഒരു സംരക്ഷണമാണ്. ഈശോയിലേക്ക് ഉള്ള ആഴത്തിലുള്ള ബന്ധത്തിലേക്ക് അവരെല്ലാവരെയും നയിക്കുന്ന, നമ്മെല്ലാവരും നയിക്കുന്ന വലിയ മധ്യസ്ഥ സഹായമാണ്, മാതൃപരമായ മധ്യസ്ഥമാണ് പരിശുദ്ധാമ്മയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നല്ല തീരുമാനം എടുക്കാം. എൻ്റെ ജീവിതത്തെ എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിതത്തെ അമ്മയുടെ കരങ്ങളിലേക്ക്, അമ്മയുടെ സംരക്ഷണത്തിന് ഭരമേൽപ്പിക്കുന്നു. ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവൻ അമ്മയുടെ പ്രിയപുത്രന് ഇഷ്ടമുള്ള രീതിയിൽ ആവാൻ പരിശുദ്ധ അമ്മയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ തിരുസുതന് ഇഷ്ടമുള്ള രീതിയിൽ സുവിശേഷ വേല ചെയ്യുവാൻ അമ്മയുടെ തിരുസുതൻ്റെ പദ്ധതിക്കനുസരിച്ച് ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളെയൊക്കെ മാറ്റത്തക്ക രീതിയിൽ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിന്മയുടെ പ്രലോഭനങ്ങളിൽ നിന്നും, എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും, എല്ലാ തിന്മയിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഞങ്ങളെ സഹായിക്കട്ടെ, ഞങ്ങളെ സംരക്ഷിക്കട്ടെ. നല്ല തീരുമാനമെടുക്കുക. ഇന്നു മുതൽ ജപമാല മണികൾ നമ്മുടെ കുടുംബത്തിൽ ഉയരും. കിട്ടുന്ന സമയങ്ങളിലൊക്കെ പരിശുദ്ധ ജപമാല ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കും. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കും. നല്ല തീരുമാനമെടുക്കുക. നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റമുണ്ടാവും, വലിയ അർത്ഥമുണ്ടാവും. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയെ അറിയാൻ ദൈവം ഇടവരുത്തട്ടെ, കൂടുതൽ ആഴപ്പെടാൻ ഇടവരുത്തട്ടെ. പരിശുദ്ധ അമ്മയിലൂടെ, പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയ്ക്ക് അനുരൂപരാവാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയെ പ്രഘോഷിക്കുവാനും പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഉറപ്പിച്ച് തീരുമാനമെടുക്കാം. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുക. അമ്മയുടെ മാതൃസംരക്ഷണത്തിന് നമ്മെ തന്നെ ഭരമേൽപ്പിക്കുക. നമ്മുടെ നാവിൽ എപ്പോഴും വരട്ടെ നല്ലൊരു പ്രാർത്ഥന, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. അങ്ങനെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് കൂടുതൽ അടുക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. അമ്മയുടെ മാതൃസംരക്ഷണം നമ്മോടൊപ്പം, നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. നിന്നെ വീണ്ടെടുക്കുവാൻ യേശു ക്രൂശിലേറി, നിന്നെ രക്ഷിക്കുവാൻ നാഥൻ രക്തം ചിന്തി. നിന്നെ വീണ്ടെടുക്കുവാൻ യേശു ക്രൂശിലേറി, നിന്നെ രക്ഷിക്കുവാൻ നാഥൻ രക്തം ചിന്തി. നിന്നെ മോചിപ്പിക്കാൻ, നിന്നെ സുഖപ്പെടുത്തുവാൻ യേശു മനുഷ്യനായി, ദാസനായി, ശൂന്യനായി. നിന്നെ വീണ്ടെടുക്കുവാൻ യേശു ക്രൂശിലേറി, നിന്നെ രക്ഷിക്കുവാൻ നാഥൻ രക്തം ചിന്തി. സ്നേഹനിധിയാം ജീവനാഥൻ മർത്യപാപത്തിൻ ഭാരമെല്ലാം തോളിലേറ്റി ക്രൂശിലേറി.
വചനങ്ങൾ